എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫീസർ എന്ന തസ്തികയിലേക്ക് പല യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് മാർച്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മൂല്യം കണ്ടെത്തുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അല്ലേ? ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഡിവിഷൻ. അപ്പൊ ഏതാണ്? 24/6. അത് എത്രയാണ്? 4. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 4 × 3 12. അപ്പൊ ഇവിടെ എന്താവും? 1 + 12 + 5 മൈനസ്, ഇനി ഇത് ചെയ്യണം അല്ലെ, ഇൻറ്റു ചെയ്യണം. 7 × 2 14. അപ്പൊ ഇതെന്താ വരിക? 1 12 13 13 5 18 18 മൈനസ് 14 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 4. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കടക്കാരൻ ഒരു ടെലിവിഷൻ 33,000 രൂപയ്ക്ക് വിറ്റ് 10% ലാഭം നേടുന്നു. അവൻ 15% ലാഭം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിറ്റ വില എത്രയായിരിക്കും? അതായത് എത്ര രൂപയ്ക്കാ വിറ്റേക്കണേ? 33,000 രൂപയ്ക്ക് അല്ലെ? 33,000 രൂപ എന്ന് പറയുന്നത് എക്സിന്റെ എത്ര ശതമാനമാണ്? അതായത് വാങ്ങിയ വിലയുടെ 10% ലാഭത്തിനാണ് വിറ്റേക്കണേ. അപ്പൊ വാങ്ങിയ വില 100% ആണ് വെച്ചെങ്കിൽ വിറ്റ വില എന്താവും? 100ന്റെ കൂടെ 10% കൂടി കൂട്ടിയത്, അതായത് 110%. എക്സിന്റെ 110% എന്ന് പറയുന്നതാണ് 33,000 അല്ലെ? അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 33,000 ഇൻറ്റു 100/110 അല്ലെ? അപ്പൊ ഇത് എത്രയാണ് വരിക? 11 ആണ് 33 അല്ലെ? പിന്നെ 0 ഇവിടെ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 2 0 കൂടി ഉണ്ട്. അപ്പൊ എത്രയാണ്? 30,000 രൂപയ്ക്കാണ് വാങ്ങിണ്ടാവുക. ഇനി എന്താണ് പറയുന്നത്? ആ വാങ്ങിയ വിലയിൽ 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അതായത് 15% കൂടുതൽ കിട്ടണം. അപ്പൊ 115% വിൽക്കണം അല്ലെ? അപ്പൊ 30,000ന്റെ 115% എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ പോരെ? അപ്പൊ എന്താണ് വരിക? 115 ഇൻറ്റു 3 എത്രയാണ്? 3 5 15. 1 1 3 3 1 4 1 3 3. പിന്നെ എത്രയാണ്? 2 0 വരും. അപ്പൊ എന്താണ്? 34,500. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 11ാമത്തെയും 16ാമത്തെയും പദങ്ങൾ യഥാക്രമം 29ഉം 44ഉം ആണെങ്കിൽ അതിന്റെ ആദ്യ പദം എത്ര? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം AP ആണെന്ന്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിൽ 11ാമത്തെ പദം തന്നിട്ടുണ്ട്, അതായത് TN ആണ് തന്നിരിക്കുന്നത്. N 11 ആയിട്ട് തന്നിട്ടുണ്ട്. TN കാണാനുള്ള വാക്യം എന്താണ്? A + N - 1 × D. അപ്പൊ ഇവിടെ 11 N കിട്ടേണ്ട വെച്ചെങ്കിൽ T11 കിട്ടും അല്ലെ? A + 11 - 1 എത്രയാണ്? 10D ഈക്വൽ ടു എത്രയാന്ന് തന്നിട്ടുണ്ട്? 29 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ പറഞ്ഞ? 16ാമത്തെ പദം, അതായത് T16 ഈക്വൽ ടു A + 16 - 1 എത്രയാ? 15. 15D ഈക്വൽ ടു 44. ഇങ്ങനെ 2 ഈക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ ഈ ഇക്വേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും അല്ലെ? ആ D ഇതിൽ കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A കിട്ടും. A എന്ന് പറയണതല്ലേ ആദ്യ പദം. അപ്പൊ എന്താണ്? 15D - 10D എന്ന് പറഞ്ഞാൽ 5D ആയി. 5D ഈക്വൽ ടു 44 - 29 എന്ന് പറഞ്ഞാൽ 29ഉം 5ഉം 34ഉം 10ഉം 44 അല്ലെ? 15. D എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 15/5 ഈക്വൽ ടു 3. അപ്പൊ D 3 ആണ് വെച്ചെങ്കിൽ A എന്ത് വരും? A ഇതില് കൊടുത്താ മതി അല്ലെ? അപ്പൊ 10 × 3 30. 20 - 30 29 - 30 എന്ത് വരും? A ഈക്വൽ ടു 29 - 30 എന്നല്ലേ വരിക? അത് എത്രയാണ്? -1. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലളിത പലിശ നിരക്കിൽ, അതായത് സാധാരണ പലിശ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, 4 വർഷത്തിനുള്ളിൽ ഒരു തുക 40% വർദ്ധിക്കുന്നു.
അതേ പലിശ നിരക്കിൽ 3 വർഷത്തിന് ശേഷം 10,000 രൂപ ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയായിരിക്കും? അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യാ? അതായത് ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് 40% വർദ്ധിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 രൂപയാണ് വെച്ചെങ്കിൽ 40 രൂപയാണ് വർദ്ധിക്കണേ അല്ലെ? 4 വർഷം കൊണ്ട്. അപ്പൊ ഒരു വർഷത്തിന് എത്ര ശതമാനമാണ് വരണത്? 10% വരണത്. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, 40 തരണത്. ഏത് പ്രിൻസിപ്പൽ എത്രയാണ്? 100. 100 ഇൻറ്റു I=PNR/100 എന്നുള്ള വാക്യാണ് ഉപയോഗിക്കണേ കേട്ടോ. PNR/100. P എന്ന് പറയണത് 100 N എന്ന് പറയണത് 4 വർഷമാണ് അല്ലെ? R എന്ന് പറയണതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R/100. അപ്പൊ R എന്ന് പറയണത്, അപ്പൊ ഇവിടെ 100 പോയി അല്ലെ? R എന്ന് പറയണത് അപ്പൊ എന്ത് വരും? 40/4. അത് എത്രയാണ്? 10. അപ്പൊ 10% പലിശ നിരക്ക് അല്ലെ? അപ്പൊ ഇനി എന്ത് പറയുന്നത്? അതേ പലിശ നിരക്കിൽ 3 വർഷത്തിന് ശേഷം 10,000 രൂപ ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് 3 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? കൂട്ടുപലിശയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കൂട്ടുപലിശയുടെ എങ്ങനെയാണ് വാക്യം? P × 1 + R/100 whole raised to n. ഇങ്ങനെയല്ലേ അതിന്റെ പലിശയടക്കം മുതൽ കാണാനുള്ള വാക്യം? അപ്പൊ അതിന്ന് P മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് മാത്രമായി കിട്ടും അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ്? P × അതായത് P എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 10,000 അല്ലെ? 10,000 × 1 + R/100 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 10/100 അല്ലെ? 10/100 എത്ര വർഷമാണ്? 3 വർഷം. ക്യൂബ് മൈനസ് 10,000 ഇങ്ങനെയല്ലേ വരിക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എങ്ങനെയാ ചെയ്യാ? 10,000 ഇൻറ്റു ഇതെന്ത് വരും? ഇത് 1/10 ആവില്ലേ? 1/10 ആവുമ്പോ 10 LCM ആവില്ലേ? അപ്പൊ 11/10 ആവില്ലേ? ഇവിടെ 10 + 1 11/10 ആവും. 11/10 ഹോൾ ക്യൂബ് മൈനസ് 10,000 ഇങ്ങനെയല്ലേ വരിക? അപ്പൊ നമുക്ക് എന്ത് കാണണം? 11 ഹോൾ ക്യൂബ് കാണണം. 11 11 121 121 ഇൻറ്റു 11 എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരിക അല്ലെ? 3 3 1. അപ്പൊ എന്താണ്? 1 3 3 1 ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എത്രയാ വരിക? 1 ഇട്ടിട്ട് 3 0 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 1.33 അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ 10,000 ഇൻറ്റു എന്നാണ് വരണത് അല്ലെ? അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 13,310 എന്ന് വരില്ലേ? മൈനസ് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് വരിക? 3,310. ഏതാണ് ആൻസർ നോക്കൂ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഒരു ജോലി 6 ദിവസത്തിൽ പൂർത്തിയാക്കും. ബി 8 ദിവസത്തിൽ പൂർത്തിയാക്കും. സി ഇവരോടൊപ്പം ചേർന്നാൽ ജോലി 2 ദിവസത്തിൽ പൂർത്തിയാക്കും. ഈ ജോലിക്ക് അവർക്ക് 4,800 രൂപ ലഭിച്ചാൽ സിക്ക് എത്ര ലഭിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ എന്താ ചെയ്യാം? അതായത് എയുടെ ജോലി എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/6 അല്ലേ? ബിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/8 അല്ലേ? ഇനി സിയും കൂടി ചേർന്ന 2 ദിവസത്തിൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ സി എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? അതായത് സി ഒരു ദിവസം ചെയ്യുന്ന ജോലി, അതായത് 1/c കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3 ആളും ചെയ്യണ ജോലി എന്ന് പറയുന്നത് 1/2 അല്ലേ? ആ 1/2ന്ന് ഇത് രണ്ടും കൂടിയുള്ളത് മൈനസ് ചെയ്താ പോരെ? അതായത് 2 ആള് എയും ബിയും ചെയ്യണ ജോലി മൈനസ് ചെയ്താ 3 ആളും കൂടി ചെയ്യണ ജോലിന്ന് 2 ആള് ചെയ്യണ ജോലി മൈനസ് ചെയ്താ ബാക്കി ഉള്ള ആള് ചെയ്യണ ജോലി കിട്ടില്ലേ?
അപ്പൊ 1/6 പ്ലസ് 1/8 എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാം? ഇതിന്റെ LCM എന്ത് വരും? 24 ആയിട്ട് വരും അല്ലെ? 24 ആവുമ്പോ ഇവിടെ 4 വേണം, ഇവിടെ 3യും വേണം. അപ്പൊ ഇൻറ്റു 3 ഇവിടെ വരും, ഇൻറ്റു 4 ഇവിടെ വരും. അപ്പൊ എന്താണ്? 4 + 3 7 അല്ലെ? അപ്പൊ 7/24 മൈനസ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ഇൻറ്റു 12 വേണം. ഇൻറ്റു 12 ഇവിടെയും ചെയ്യണം. അപ്പൊ 12/24 മൈനസ് 7. അപ്പൊ 12 മൈനസ് 7 എത്രയാണ്? 5. 5/24 അല്ലെ? 5/24. അപ്പൊ എ ചെയ്യണത് 1/6, ബി ചെയ്യണത് 1/8, സി ചെയ്യണത് എന്താണ്? 5/24. അപ്പൊ ഇതിന്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എല്ലാത്തിന്റെ LCM ഏതാണ്? 24 ആക്കുക അല്ലെ? അപ്പൊ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എന്ത് വരും? 4/24, 3/24, 5/24 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 4:3:5 ആയില്ലേ? അപ്പൊ ആകെ എത്ര പോർഷൻസ് ഉണ്ട്? 4, 3, 7, 5, 12. 12 പോർഷൻ ഉള്ളതില് എത്ര പോർഷൻ ആണ് സി ചെയ്യണത്? 5 അല്ലെ? 5 പോർഷൻ ആണ് കിട്ടുക. ആകെ കിട്ടിയത് എത്ര രൂപയാണ്? 4800 രൂപ. അപ്പൊ 4800ന്റെ 5/12 ഭാഗം എത്രയാണെന്ന് കണ്ടാ പോരെ? അപ്പോഴല്ലേ നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ 12 4 ആണ് 48. അപ്പൊ 400. 4 × 5 20. അപ്പൊ എന്ത് വരും? 2000 രൂപ. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരിപ്പിക്കുക. 2, 7, 14, 23. ഇതെങ്ങനെയാ നോക്കൂ. 2 + 5 ആണ് 7. 7 പ്ലസ് എന്താണ്? 7ഉം 7ഉം ആണ് 14 അല്ലെ? 14ഉം 9ഉം ആണ് 23. അപ്പൊ 5, 7, 9 വന്നു. ഇനി 11 കൂട്ടുക. അപ്പൊ 23ഉം 11ഉം എത്രയാണ്? 34. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18 729 ആണെങ്കിൽ 12 എന്താവും എന്നാണ് ചോദിച്ചേക്കുന്നത്. 18 എന്ന് പറയുന്നത് 729 ആവണമെച്ചെങ്കിൽ 18/2 എത്രയാണോ? 9. 9ന്റെ ക്യൂബാണ് 729. അപ്പൊ 12ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. 6ന്റെ ക്യൂബ് എത്രയാണ്? 216. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഫോൾസ് ഈസ് റിട്ടേൺ ആസ്, അതായത് FALSE എന്നുള്ളതിനെ DCJUC എന്ന് എഴുതിയാൽ RIGHT എന്നതിനെ എങ്ങനെ എഴുതും? എഫ് വരെയാണ് വെച്ചെങ്കിൽ അതിന് മുമ്പുള്ളത് ഇ, അതിന് മുമ്പാണ് ഡി. അപ്പൊ ആറാണ് വെച്ചെങ്കിൽ ആറിന് മുമ്പ് എന്ത് വരും? ക്യൂ വരും. അതിന് മുമ്പ് എന്ത് വരും? പി വരും. അപ്പൊ എന്താണ്? ആദ്യത്തെ പി ആണ് അല്ലെ? പിന്നത്തെ എന്താ വരാ? എ എന്ന് വെച്ചെങ്കിൽ ബി കഴിഞ്ഞ് സി ആണ് എഴുതണത്. അപ്പൊ ഐ ആണ് വെച്ചെങ്കിൽ ജെ കഴിഞ്ഞ് കെ എഴുതണം അല്ലെ? PK. ഇനി എൽ ആണ് വെച്ചെങ്കിൽ എന്താണ്? ജെ ആണ്. അപ്പൊ എന്താണ് വരികയാണത്? എല്ലിന് മുമ്പ് കെ, അതിനു മുമ്പ് ജെ അല്ലെ? ജിക്ക് മുമ്പ് എന്താണ്? എഫ്, അതിനു മുമ്പ് എന്താണ്? ഇ. അപ്പൊ PKE എന്ന് വന്നില്ലേ? ഇനി എന്താണ് വരിക? എസ് കഴിഞ്ഞ ടി കഴിഞ്ഞ് യു. അപ്പോ H കഴിഞ്ഞ ഐ കഴിഞ്ഞ് ജെ. ഇനി അടുത്തത് എന്താണ്? ഇ. ഇക്ക് മുന്നേ ഡി, അതിനു മുന്നേ സി. ടിക്ക് മുന്നേ എന്താണ് വരിക? എസ്, അതിനു മുന്നേ ആറ്. അപ്പൊ എന്താണ് ആൻസർ നോക്കൂ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭിന്നം ലഘൂകരിക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഇതിനെ റൂട്ടിന്റെ ഉള്ളിലുള്ളതിനെ ഞാൻ എന്താക്കി? പ്രൈം ഫാക്ടേഴ്സ് ആക്കി. 2 × 7 എന്ന് എഴുതിക്കൂടെ? ഇനി
ഇതിനെ എന്തെഴുതാം? 3 into 5 എന്നാക്കിയുടെ. ഇനി ഇതിനെ എന്തെഴുതാം? റൂട്ട് 2 into 3 എന്നാക്കിയുടെ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? റൂട്ട് 2 into 5 റൂട്ട് 2 into റൂട്ട് 21 3 into 7 അല്ലേ? അപ്പൊ നമുക്ക് ഇതിലെ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവും? എല്ലാം റൂട്ടിന്റെ ഉള്ളിലാണ് അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്ന് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യാം, പിന്നെ എന്താണ് 5 ക്യാൻസൽ ചെയ്യാം, പിന്നെ എന്താണ് വേറൊരു 2 കൂടി ക്യാൻസൽ ചെയ്യാം, 3 ക്യാൻസൽ ചെയ്യാം, പിന്നെ എന്താണ് 7 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി ബാക്കി എന്താ ഉള്ളത്? റൂട്ട് 3 മാത്രമാണ് ഉള്ളത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഹുൽ ഒരു ഘടികാരം മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് മിനിറ്റ് സൂചി പടിഞ്ഞാറ് ദിശയിലേക്ക് കാണിക്കുന്നു. രാത്രി 9:45 മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും? അതായത് 6 മണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ 6ഉം ഇവിടെ 12ഉം അല്ലേ? അപ്പൊ 6 മണി എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് എവിടെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. ഇത് എന്ന് പറയുന്നത് പടിഞ്ഞാറാണ്, വെസ്റ്റ് ആണ് അല്ലെ? പടിഞ്ഞാറാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ അപ്പൊ ഈസ്റ്റ് ആവില്ലേ? അതായത് കിഴക്കാവും. കിഴക്കും പടിഞ്ഞാറും കിട്ടിക്കഴിഞ്ഞാ പിന്നെ പിന്നെ എങ്ങനെയാ കിട്ടുക? അതായത് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും അല്ലേ വരിക? നോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കും, സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കും അല്ലേ? അപ്പൊ നമുക്ക് 9:45 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടേക്കാണ് വരിക അല്ലെ മിനിറ്റ് സൂചി. അപ്പൊ ഏത് ഭാഗത്തേക്കാണ് വരിക? തെക്ക് ഭാഗമാണ് വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, തെക്ക് ഭാഗം എന്നുള്ളത്. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോമിന്റെ ശമ്പളം ജെയിനിന്റെ ശമ്പളത്തെക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ജെയിനിന്റെ ശമ്പളം ടോമിന്റെ ശമ്പളത്തെക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ 20% കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 120 ആണ് അല്ലെ? അപ്പൊ 120 ആണ് ആരുടെ ശമ്പളം? ടോമിന്റെ ശമ്പളം അല്ലെ? ടോമിന് 120, ജെയിനിന് എത്രയാണ്? ജെയിനിന് 100 ആണ്. ഇനി പറയണത് ജെയിനിന്റെ ശമ്പളം ടോമിന്റെ ശമ്പളത്തെക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അപ്പൊ 120ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 20 ആണ്. ആ 20 എത്രയിലാണ് നോക്കണേ? ടോമിന്റെയില് അല്ലെ? 120ലാണ് നോക്കണേ. ഇൻറ്റു 100. ഇത് എത്രയാണ് വരിക? നോക്കൂ, 6. 100/6. 100/6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 6 40, 6 6 36, പിന്നെ 16 അല്ലേ? ഇങ്ങനെയല്ലേ വരിക? 16 ആൻഡ് 4/6. അതായത് 4/6 എന്ന് പറഞ്ഞാൽ 2 പൂവില്ലേ രണ്ടിലും? അപ്പൊ 16 ആൻഡ് 2/3. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബുക്ക് 216 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വിൽപ്പനക്കാരന്റെ നഷ്ടം 4% ആണെങ്കിൽ 12% ലാഭത്തിൽ എത്താൻ ആ ബുക്കിന്റെ വിൽപ്പന വില എത്രയാകണം? അതായത് വിറ്റ വില 216 ആണ് വെച്ചെങ്കിൽ എത്ര ശതമാനം നഷ്ടാണ്? 4% നഷ്ടാണ്. അതായത് എക്സിന്റെ 96%, അതായത് 100% വിറ്റ വില എങ്കിൽ വാങ്ങിയ വില എങ്കിൽ അതിന്റെ 4% കുറച്ചുള്ളത്, അതായത് 96% എന്ന് പറയണതാണ് ഏതെന്ന് പറയണത്? 216 എന്ന് പറയണത്. അപ്പൊ എക്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതായത് വാങ്ങിയ വില
വാങ്ങിയ വിലയാണ് എക്സ് എന്ന് വിചാരിക്കുക. വാങ്ങിയ വിലയുടെ 96% എന്ന് പറയുന്നത് വിറ്റ വിലയാണ്, 216 ആണ്. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വാങ്ങിയ വില എങ്ങനെ കണ്ടുപിടിക്കാം? 216 ഇൻറ്റു 100/96 അല്ലെ? ഇനി ഇനി എന്താ പറഞ്ഞേക്കണേ? ഇത് ഇങ്ങനെ തന്നെ ഇടുക. അല്ലാച്ചെങ്കിൽ നിങ്ങൾ ചെറുതാക്കാൻ പറ്റും. അല്ലാച്ചെങ്കിൽ ഇത് തന്നെ ഇട്ടിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 12% ലാഭത്തിലെത്തണം. അപ്പൊ എക്സിന്റെ 112% എത്രയാണെന്നാണ് അവര് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ 216 ഇൻറ്റു 100/96 ഇൻറ്റു എത്ര ശതമാനം? 112%. അപ്പൊ 100 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. കണ്ടോ? 96 4 2 8, 16 2 16 അല്ലെ? 2 ഇവിടെ എത്ര പ്രാവശ്യം പോവും? 2 2 16. 112 4 പോവും അല്ലെ? 4 4 24 8. ഇവിടെ എന്ത് പോവും? 24 8, 32 4 32. 12 6 പോവും, 4 പോവും അല്ലെ? അപ്പൊ 3 4 12, 7 4 28. അപ്പൊ 3 ഇതില് പോവും അല്ലെ? 3 3 9, 18 6 3 18. 36 ഇൻറ്റു 7 എത്രയാണ്? 6 7 42, 4 3 7 21, 4 25. എത്രയാണ് ആൻസർ? 252 എന്നുള്ളതാണ് ആൻസർ. ഇതില് കറക്റ്റ് ആൻസർ ഉണ്ടോ നോക്കൂ. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, 252. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൂന്തോട്ട റോളറിന്റെ വ്യാസം 1.4 മീറ്റർ ആണ്. ഇതിന് 2 മീറ്റർ നീളമുണ്ട്. 10 പ്രാവശ്യം റോളർ ഉരുട്ടുമ്പോൾ എത്ര വിസ്തീർണം ഉൾക്കൊള്ളും? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? 1.4 മീറ്റർ എന്നുള്ളത് എന്താണ്? വ്യാസാണ്, ഡി ആണ് അല്ലെ? അപ്പൊ അതൊന്ന് 6 കണ്ടുപിടിച്ചൂടെ? 1.4/2 അതെത്രയാണ്? 0.7 അല്ലെ? 0.7 ആണ് അതിന്റെ റേഡിയസ്. ഇനി നമുക്ക് എന്താ തന്നിരിക്കണേ? 2 മീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലെങ്ത് h എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2 മീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? എത്ര റെവല്യൂഷൻ ഉണ്ട്? 10 പ്രാവശ്യമാണ് റോളർ ഉരുട്ടണേ. അപ്പൊ n എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കണ്ടത്? എത്ര വിസ്തീർണം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏത് വിസ്തീർണാണ് കണ്ടത്? വക്രതല വിസ്തീർണാണ്. സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണം എങ്ങനെയാ കാണുക? 2πRh. അപ്പൊ എന്താണ്? 2 ഇൻറ്റു പൈന് പകരം നമുക്ക് എന്ത് പറയാം? 22/7 ഇൻറ്റു r എത്രയാണ്? 0.7 ഇൻറ്റു h എത്രയാണ്? 2 അല്ലെ? ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ 7-ല് 0.1 പ്രാവശ്യം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 22 ഇൻറ്റു 4 അതെത്രയാണ്? 88 ഇൻറ്റു 0.1 അല്ലെ? മീറ്റർ അല്ലേ വരുന്നത്? അപ്പൊ ഇതെന്താണ്? 8.8 മീറ്റർ സ്ക്വയർ അല്ലേ വരിക? ഇനി എന്താ ചോദിച്ചിരിക്കണത്? 10 പ്രാവശ്യം റോളർ ഉരുളുമ്പോഴാണ് ചോദിച്ചിരിക്കണത്. അപ്പൊ ഒരു പ്രാവശ്യം ഉരുളുമ്പോ ഇതാണ് വെച്ചെങ്കിൽ 10 പ്രാവശ്യം ഉരുളുമ്പോ എത്ര വരും? 8.8 ഇൻറ്റു 10 അതെത്രയാണ്? 88 മീറ്റർ സ്ക്വയർ. ഏതാണ് ഓപ്ഷൻ നോക്കൂ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി എന്നിവർ 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു. എക്ക് മാത്രം 30 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യാൻ കഴിയും. ഇതേ ജോലി ബിക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും? എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? എ ബി എന്നിവരെ എത്ര ദിവസം കൊണ്ടാ ചെയ്യാന്ന് പറഞ്ഞേക്കണേ? രണ്ടാളും കൂടി 10 ദിവസം കൊണ്ട് ജോലി ചെയ്യും അല്ലെ? A+B എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യണ ജോലി 1/10 ആണ്. എ മാത്രം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ദിവസം 30 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുക. അപ്പൊ ഒരു ദിവസം എന്ന് പറയുന്നത് 1/30 അല്ലെ?
അപ്പൊ ബി എങ്ങനെ കണ്ടുപിടിക്കുക? ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് എ മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ എന്താണ് 1/10 മൈനസ് 1/30? അത് എത്ര വരും? 3 മൈനസ് 1/30 അല്ലെ? LCM 30 അല്ലേ ആയി വരിക? അപ്പൊ ഇൻറ്റു 3 ചെയ്യണ്ടേ ഇവിടെ? അപ്പൊ 3 മൈനസ് 1 2 2/30, അതായത് 1/15. അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കണേ? എത്ര ദിവസം കൊണ്ടാണ് ബി പൂർത്തിയാക്കുക? അതായത് ഒരു ദിവസം 1/15 ഭാഗം ചെയ്താൽ മുഴുവൻ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? വ്യുൽക്രമം എടുക്കണം അല്ലെ? 15/1, അതായത് 15. 15 ദിവസം. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സിന്റെ 15% വൈയുടെ 20%-ന് തുല്യമായാൽ x/y എത്ര? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇത് തല തിരിച്ച് എഴുതിയാൽ മതി. അതായത് 20:15. അപ്പൊ എത്രയാണ് വരിക? 4×5 20, 3×5 15, 4:3. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് സച്ചു പറഞ്ഞു, അത് എൻ്റെ അച്ഛൻ്റെ ഏക മകന്റെ മകനാണ്. എൻ്റെ അച്ഛൻ്റെ ഏക മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ? എൻ്റെ മകനാണെന്നാണല്ലോ പറയണത്. അപ്പൊ എന്താണ് സച്ചുവും ആൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിച്ചേക്കണേ? അപ്പൊ ആരാണ്? അച്ഛനാണ്. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഫെബ്രുവരി 20-നും 2024 മെയ് 25-നും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20-ാം തീയതി കൂട്ടാൻ പാടില്ല, 25-ാം തീയതി കൂട്ടാൻ പാടില്ല. ഇതിന്റെ ഇടയിലുള്ളത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 20 കഴിഞ്ഞ ആ ഫെബ്രുവരി എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ് അല്ലെ? 2024 ലീപ്പ് ഇയർ ആണ്. അപ്പൊ 29 ദിവസമാണ് ഉണ്ടാവുക. അപ്പൊ ബാക്കി എത്ര ദിവസം ഉണ്ട്? 9 ദിവസം ഉണ്ട് ഫെബ്രുവരിയിൽ അല്ലെ? മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? 31 ദിവസം ഉണ്ട് അല്ലെ? ഏപ്രിലിൽ എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഉണ്ട്. പിന്നെ മെയ് 25 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 കൂട്ടാൻ പാടില്ല. അപ്പൊ അതിന്റെ ഇടയിലുള്ളതല്ലേ നമ്മളോട് ചോദിക്കണം. അപ്പൊ ഈ മെയ്യില് എത്ര ദിവസം കൂട്ടാൻ പാടും? 24 ദിവസം. അപ്പൊ നമുക്ക് എത്ര വരാ? 9 1 10 1 14 1 6 2 8 1 9 94 ദിവസം. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്ക് 9:20 എന്ന സമയം കാണിക്കുന്നു. ക്ലോക്കിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഇങ്ങനെയാണ് വെച്ചെങ്കിൽ 11:60 മുന്നേ ആണെങ്കിൽ, അതായത് 12 മണിക്ക് മുന്നേ ആണെങ്കിൽ 11:60 നമ്മൾ ഇത് മൈനസ് ചെയ്താൽ മതി. 9:20 എന്നുള്ളത് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 2 2:40, 2 മണി 40. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അല്ല 12-നേക്കാട്ടും മേലെയാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡിൽ ഹൗസ് എന്ന വാക്കിനു പകരം DRTNG എന്ന് എഴുതിയിരിക്കുന്നു. ഫ്രണ്ട് എന്ന വാക്കിനു പകരം എന്തെഴുതാം? ഓക്കെ, H ആണ് വെച്ചെങ്കിൽ ഇവിടെ D ആണ് എഴുതിക്കണേ. പക്ഷെ ഇവിടെ E ഉള്ളപ്പോ D വന്നു അല്ലെ? ഇന് മുന്നേ D, എസിന് മുന്നേ R, യുന് മുന്നേ T. അപ്പൊ തിരിച്ചെഴുതിക്കാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരണം? ഡിക്ക് മുന്നേ എന്ത് വരണം? സി അല്ലെ? സി ആണ് ഫസ്റ്റത്തെ വരണേ. അപ്പൊ ഓരോ ഓപ്ഷനേ ഉള്ളൂ, ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇനി അടുത്തത് നോക്കുക. എന്നിന് മുന്നേ M, ഇക്ക് മുന്നേ എന്താണ് വരിക? ഡി അല്ലെ? പിന്നെ ഐക്ക് മുന്നേ H, ആറിന് മുന്നേ Q, എഫിന് മുന്നേ എന്താ വരിക? ഇ. ഇത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ 5 കിലോമീറ്റർ വടക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നീങ്ങുന്നു. അയാൾ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ പോകുന്നു. ശേഷം വലത്തേക്ക് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു.
അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് നടക്കുന്നത്? നോക്കൂ, ആദ്യം തന്നെ നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണ്, ഈസ്റ്റ് എവിടെയാണ്, വെസ്റ്റ് എവിടെയാണ്? ഓക്കെ, അപ്പൊ വടക്കോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക് നടന്നു എന്നാണ് അല്ലെ? അപ്പൊ 5 കിലോമീറ്റർ നടന്നു. ഇനി ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു 3 കിലോമീറ്റർ. ഇനി എന്താ ചെയ്തേ? വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ. അപ്പൊ ഇവിടെ എത്തിയോ? ഇവിടെ എത്തിയില്ലേ? ഇനി എന്താ ചെയ്തേ? ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു, ശേഷം വലത്തേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ്. അപ്പൊ ഈ ഭാഗം ഏതാണ്? വെസ്റ്റ് ആണ് അല്ലെ? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടിഞ്ഞാറ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.